ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫിഫ വേൾഡ് കപ്പ് 2026 റിലേറ്റഡ് ഫാക്ട്സ് ആണ്. സോ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഫിഫയുടെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫിഫയുടെ പൂർണ്ണരൂപം: ഫെഡറേഷൻ ഇന്റർനാഷണലി ഡി ഫുട്ബോൾ അസോസിയേഷൻ. എന്തായിരുന്നു ഫിഫയുടെ പൂർണ്ണരൂപം? ഫെഡറേഷൻ ഇന്റർനാഷണലി ഡി ഫുട്ബോൾ അസോസിയേഷൻ. ഫിഫ സ്ഥാപിതമായ വർഷം 1904 മെയ് 21. അപ്പോൾ എന്നാണ് ഫിഫ സ്ഥാപിതമായത്? 1904 മെയ് 21. ഫിഫയുടെ ആസ്ഥാനം സ്യൂറിച്ച്, സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഫിഫയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? സ്യൂറിച്ച്, സ്വിറ്റ്സർലാൻഡ്. ഇനി നമുക്ക് 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? മെക്സിക്കോ, അമേരിക്ക, കാനഡ. അപ്പോൾ 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദിയാണ് മെക്സിക്കോ, അമേരിക്ക, കാനഡ. ആദ്യമായാണ് 3 രാജ്യങ്ങൾ ചേർന്ന് ലോകകപ്പ് നടത്തുന്നത്. ആദ്യമായാണ് 3 രാജ്യങ്ങൾ ചേർന്ന് ലോകകപ്പ് നടത്തുന്നത്. ആദ്യമായി ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം. ആദ്യമായി ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതായിരുന്നു? കാനഡ. ലോകകപ്പ് പതിപ്പ്. 2026 നടക്കുന്ന ലോകകപ്പ് എത്രാമത്തെ പതിപ്പാണ്? 23ാമത്തെ പതിപ്പായിരുന്നു. 2026 ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ആകെ രാജ്യങ്ങളുടെ എണ്ണം. 2026 ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ആകെ രാജ്യങ്ങളുടെ എണ്ണമാണ് 48. മുൻപ് ഇത് 32 ആയിരുന്നു. 2026 ഫിഫ വേൾഡ് കപ്പിലെ ആകെ മത്സരങ്ങളുടെ എണ്ണം 104. 2026 ഫിഫ വേൾഡ് കപ്പിലെ ആകെ മത്സരങ്ങളുടെ എണ്ണം എത്രയാണ്? 104. ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ. നടക്കുന്നതെന്നാണ്? 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ. 2026 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ നടക്കുന്നത് എത്ര നഗരങ്ങളിലാണ്? 16 നഗരങ്ങളിൽ. അപ്പം 2026 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ നടക്കുന്നത് 16 നഗരങ്ങളിൽ. ഇത്രയൊന്നുകൂടെ നോക്കാം. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി അമേരിക്ക, മെക്സിക്കോ, കാനഡ. ആദ്യമായാണ് 3 രാജ്യങ്ങളിൽ ലോകകപ്പ് നടക്കുന്നത്. ആദ്യമായി ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം കാനഡ. ഇത് 23ാമത്തെ ഫിഫ ലോകകപ്പിൻ്റെ പതിപ്പാണ്. ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ 48. ആകെ മത്സരങ്ങൾ 104. നടക്കുന്നത് 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ. 2026 മത്സരങ്ങൾ നടക്കുന്നത് 16 നഗരങ്ങളിൽ. ബാക്കി നോക്കാം. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര്. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ട്രയോണ്ട. ഇതിൻ്റെ നിർമ്മാതാവ് അഡിഡാസ്. അപ്പോൾ എന്താണ് ട്രയോണ്ട? 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര്. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഭാഗ്യമുദ്രകൾ. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഭാഗ്യമുദ്രകളാണ് മേപ്പിൾ കാനഡ, സായു മെക്സിക്കോ, ക്യുച്ച് അമേരിക്ക. അപ്പം 2026 ഫിഫ ലോകകപ്പിന് 3 ഭാഗ്യമുദ്രകളായിരുന്നു ഉണ്ടായിരുന്നത്. കാനഡയുടെ ആണെങ്കിൽ മേപ്പിൾ, മെക്സിക്കോയുടെ ആണെങ്കിൽ സായു, അമേരിക്കയുടെ ആണ് ക്യുച്ച്. 2026 ലോകകപ്പിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം. 2026 ലോകകപ്പിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം എന്തായിരുന്നു? വി ആർ 26. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക ഗാനം. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക ഗാനം എന്താണ്? ഡായ് ഡായ്. അപ്പം ഡായ് ഡായ് ആയിരുന്നു 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക ഗാനം. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന വേദി എന്ന് പറയുന്നത് അസ്റ്റക്കെ സ്റ്റേഡിയം, മെക്സിക്കോ. അസ്റ്റക്കെ സ്റ്റേഡിയം മെക്സിക്കോയിലായിരുന്നു 2026 ഫിഫ വേൾഡ് കപ്പ് ഉദ്ഘാടനം ചെയ്തത്. 23ാമത് ഫുട്ബോൾ ലോകകപ്പ് ആദ്യ മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു? 23ാമത് ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആദ്യ മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു?
മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും. അപ്പം ആദ്യ മത്സരം മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ. ആദ്യ വിജയം മെക്സിക്കോ. അപ്പം 2026 ഫിഫ വേൾഡ് കപ്പിലെ ആദ്യ വിജയം ആർക്കായിരുന്നു? മെക്സിക്കോ. 2026 ലോകകപ്പിന്റെ ഫൈനൽ നടക്കുന്നത്. 2026 ലോകകപ്പിന്റെ ഫൈനൽ നടക്കുന്നത് എന്നാണ്? 2026 ജൂലൈ 19. അപ്പം 2026 ജൂലൈ 19 ലോകകപ്പിന്റെ ഫൈനൽ നടക്കുന്നത്. ഇത്രയൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രയോണ്ട. 2026 ഫിഫ ലോകകപ്പിന്റെ ഭാഗ്യമുദ്രകളാണ് മേപ്പിൾ കാനഡ, സായു മെക്സിക്കോ, ക്യുച്ച് അമേരിക്ക. 2026 ലോകകപ്പിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം VR26. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക ഗാനം ഡായ് ഡായ്. 2026 ഫിഫ വേൾഡ് കപ്പ് ഉദ്ഘാടന വേദി അസ്റ്റെക്കൈ സ്റ്റേഡിയം, മെക്സിക്കോ. 23ാമത് ഫുട്ബോൾ ലോകകപ്പിന്റെ ആദ്യ മത്സരം നടക്കുന്നത് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ. ആദ്യ വിജയം കൈവരിച്ചത് മെക്സിക്കോ. 2026 ലോകകപ്പിന്റെ ഫൈനൽ നടക്കുന്നത് 2026 ജൂലൈ 19. ബാക്കി നോക്കാം. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ വേദി. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയം, അമേരിക്ക. അപ്പോൾ എവിടെ വെച്ചിട്ടായിരുന്നു 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ നടക്കുന്നത്? മെറ്റ് ലൈഫ് സ്റ്റേഡിയം, അമേരിക്ക. 2030 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ. 2030 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. അപ്പോൾ 2030 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. ലോകകപ്പ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി. 2026 ഫിഫ ലോകകപ്പ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളിയായിരുന്നു തഹസീൻ മുഹമ്മദ് ജംഷീദ്. അപ്പം 2026 ഫിഫ ലോകകപ്പ് ടീമിൽ ഇടം നേടിയ മലയാളി ആരായിരുന്നു? തഹസീൻ മുഹമ്മദ് ജംഷീദ്. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കണ്ണൂരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ടീം ഖത്തർ. 2026 ഫിഫ വേൾഡ് കപ്പിലെ ആദ്യ ഗോൾ നേടിയത്. 2026 ഫിഫ ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയത് ആരായിരുന്നു? ജൂലിയൻ കിനോൺസ്, മെക്സിക്കോ താരമായിരുന്നു. അപ്പം 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയത് ആരായിരുന്നു? ജൂലിയൻ കിനോൺ. 2026 ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 2026 ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഗിൽബർട്ടോ മോറ, മെക്സിക്കോ. അപ്പം ഗിൽബർട്ടോ മോറ മെക്സിക്കോ ആയിരുന്നു 2026 ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഇത്രയൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ വേദി എന്ന് പറയുന്നത് അമേരിക്കയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്. 2030 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന രാജ്യങ്ങളാണ് മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. ലോകകപ്പ് ടീമിൽ ഇടം നേടിയ മലയാളി തഹസീൻ മുഹമ്മദ് ജംഷീദ്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം കണ്ണൂർ. ടീം ഖത്തർ. 2026 ഫിഫ ലോകകപ്പിലെ ആദ്യ ഗോൾ നേടിയത് ജൂലിയൻ കിനോൺസ്, മെക്സിക്കോ. 2026 ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആണ് ഗിൽബർട്ടോ മോറ, മെക്സിക്കോ.